ഹായ് ഫ്രണ്ട്സ്, PSC കരിയേഴ്സിലേക്ക് സ്വാഗതം. മെയ് 1 മുതൽ 8 വരെയുള്ള പ്രധാന കറണ്ട് അഫയർ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വെൽക്കം ബാക്ക് ടു. ഇന്ത്യയിലെ ആദ്യ ഓർബിറ്റർ ഡാറ്റ സെൻറ്റർ ഉപഗ്രഹം ഏതാണ്? പാത്ത് ഫൈൻഡർ ആണ് ഇന്ത്യയിലെ ആദ്യ ഓർബിറ്റർ ഡാറ്റ സെൻറ്റർ ഉപഗ്രഹം. 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF നേടിയ സീറ്റുകൾ എത്രയാണ്? 102 സീറ്റുകളാണ് 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF നേടിയ സീറ്റുകൾ. നെക്സ്റ്റ് ചോദ്യം. സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം എത്രയായി ഉയർത്താനാണ് തീരുമാനം? 37 ആയിട്ടാണ് സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം ഉയർത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിലെ സുരക്ഷയ്ക്കായി അമേരിക്ക ആരംഭിച്ച ഓപ്പറേഷൻ ഏതാണ്? ഓപ്പറേഷൻ ഫ്രീഡം ആണ് ഹോർമൂസ് കടലിടുക്കിലെ സുരക്ഷയ്ക്കായി അമേരിക്ക നടത്തുന്ന ഓപ്പറേഷൻ. ഇന്ത്യയുടെ 18ാമത് റെയിൽവേ സോൺ ഏതാണ്? സൗത്ത് കോസ്റ്റ് റെയിൽവേ ആണ് ഇന്ത്യയുടെ 18ാമത് റെയിൽവേ സോൺ. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആരംഭിച്ച മൾട്ടി ലെയർ ഫ്രീ ഫ്ലോ ടോളിംഗ് സംവിധാനം നിലവിൽ വന്ന ടോൾ പ്ലാസ ഏതാണ്? ചേരയാസി ടോൾ പ്ലാസയാണ്. തമിഴ്നാട് നിയമസഭയിലെ TVK തമിഴക വെട്രിക്കഴകം നേടിയ സീറ്റുകളുടെ എണ്ണം എത്രയാണ്? അത് 107 ആണ്. എന്നാൽ തമിഴ്നാട് നിയമസഭയിലെ ആകെ സീറ്റുകളുടെ എണ്ണം എത്രയാണ്? 234 സീറ്റുകളാണ് നിലവിൽ ആകെയുള്ളത്. അതിൽ TVK നേടിയത് 107 സീറ്റുകളാണ്. 2026 കേരള തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയ സ്ഥാനാർത്ഥി ആരാണ്? PK കുഞ്ഞാലിക്കുട്ടിയാണ്. 2026 കേരള തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയ സ്ഥാനാർത്ഥി. 2026 കേരള തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം നേടിയ സ്ഥാനാർത്ഥി ആരാണ്? PV അൻവർ ആണ് ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം നേടിയ സ്ഥാനാർത്ഥി. 2026 ഏപ്രിലിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത ഉത്തർപ്രദേശിലെ ഏറ്റവും നീളം കൂടിയ എക്സ്പ്രസ് വേ ഏതാണ്? ഗംഗ എക്സ്പ്രസ് വേ എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത ഉത്തർപ്രദേശിലെ തന്നെ ഏറ്റവും നീളം കൂടിയ എക്സ്പ്രസ് വേ ആണ് ഗംഗ എക്സ്പ്രസ് വേ. മണിപ്പൂരിലും മിസോറാമിലുമുള്ള ബെയ്നെ മനേഷ വിഭാഗക്കാരെ ഇസ്രയേലിലേക്ക് എത്തിക്കുന്ന ദൗത്യം ഏതാണ്? ഓപ്പറേഷൻ വിങ്സ് ഓഫ് ഡൗൺ എന്നതാണ്. ഓപ്പറേഷൻ വിങ്സ് ഓഫ് ഡൗൺ എന്താണ്? മണിപ്പൂരിലും മിസോറാമിലുമുള്ള ബെയ്നി മെനാഷെ വിഭാഗക്കാരെ ഇസ്രയേലിലേക്ക് തിരികെ എത്തിക്കാനുള്ള ദൗത്യമാണ് ഓപ്പറേഷൻ വിങ്സ് ഓഫ് ഡൗൺ എന്നത്. 2026 ഗ്ലോബൽ പീസ് ഇൻഡെക്സ് ആഗോള സമാധാന സൂചികയിലെ 1ാം സ്ഥാനമുള്ള രാജ്യം ഏതാണ്? അത് ഐസ്ലാൻഡ് ആണ് ആഗോള സമാധാന സൂചികയിലെ 1ാമതുള്ള രാജ്യം. അന്താരാഷ്ട്ര തൊഴിലാളി ദിനം എന്നാണ്? അത് മെയ് 1-നാണ്. അന്താരാഷ്ട്ര തൊഴിലാളി ദിനം മെയ് 1 ഗ്ലോബൽ പീസ് ഇൻഡെക്സിൽ 1ാം സ്ഥാനമുള്ളത് ഐസ്ലാൻഡ് ആണ്. ഇൻഡെക്സുകളൊക്കെ എക്സാമിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഓർത്തിരിക്കുക, ഗ്ലോബൽ പീസ് ഇൻഡെക്സിൽ 1ാം സ്ഥാനം 2026 ഐസ്ലാൻഡിനാണ്. നെക്സ്റ്റ്. ഇന്ത്യയിലെ ആദ്യ കടലാസ് രഹിത സംസ്ഥാന ജുഡീഷ്യറി ഏതാണ്? സിക്കിമിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ കടലാസ് രഹിത സംസ്ഥാന ജുഡീഷ്യറി സിക്കിമിലാണ്. ഭൂവാരൽ മൊബൈൽ ആപ്പ് ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? മിസോറാം ആണ്. മിസോറാമിലാണ് ഭൂവാരൽ എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ സംവിധാനം ആരംഭിച്ചത്. ഭൂമി സംബന്ധമായിട്ടുള്ള വിവരങ്ങളെല്ലാം ഭൂപട സേവനങ്ങളും ഡിജിറ്റലായി ലഭ്യമാക്കാനുള്ള ജിയോസ്പേഷ്യൽ മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് ഈ ഭൂവാരൽ എന്ന് പറയുന്നത്. ഭൂമി സംബന്ധമായ വിവരങ്ങളെല്ലാം ഡിജിറ്റലായി ലഭിക്കാനുള്ള ആപ്ലിക്കേഷനാണ്. അത് ആരംഭിച്ചത് എവിടെയാണ്? മിസോറാമിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ക്രിക്കറ്റ് അമ്പയർ ആരാണ്? രിതിക ശ്രീ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ക്രിക്കറ്റ് അമ്പയർ. ദുരന്ത മുന്നറിയിപ്പുകൾക്കായിട്ടുള്ള UN സംവിധാനം ഏതാണ്? ഏർലി വാർണിംഗ്സ് ഫോർ ഓൾ എന്നതാണ് ദുരന്ത മുന്നറിയിപ്പുകൾക്കായിട്ടുള്ള UN സംവിധാനം. ഏർലി വാർണിംഗ്സ് ഫോർ ഓൾ. 2026 പുലിസ്റ്റർ പുരസ്കാരം നേടിയ ഇന്ത്യൻ പത്രപ്രവർത്തകർ ആരെല്ലാമാണ്? 2026 പുലിസ്റ്റർ പുരസ്കാരം നേടിയ പത്രപ്രവർത്തകരാണ് RK ആനന്ദ്, സുപർണ ശർമ്മ, അനിരുദ്ധ് ഘോഷാൽ എന്നിവർ. RK ആനന്ദ്, സുപർണ ശർമ്മ, അനിരുദ്ധ് ഘോഷാൽ എന്നിവരാണ് 2026 പുലിസ്റ്റർ പുരസ്കാരം നേടിയവർ. ഇന്ത്യയിലെ ആദ്യത്തെ പോർട്ടബിൾ MRI സിസ്റ്റം അവതരിപ്പിച്ച ആശുപത്രി ഏതാണ്? എയിംസ് ഹോസ്പിറ്റലാണ്
എയിംസ് എവിടെയാണ്? ഡൽഹിയിലാണ്. ന്യൂഡൽഹിയിലാണ് എയിംസ് ഹോസ്പിറ്റൽ. എയിംസ് വന്നിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ പോർട്ടബിൾ MRI സിസ്റ്റം അവതരിപ്പിച്ച ഹോസ്പിറ്റലാണ് എയിംസ്, ഡൽഹിയിലാണ്. 500 കോടി രൂപയുടെ CBG നയം, അതായത് കംപ്രസ്ഡ് ബയോഗ്യാസിന്റെ ഉൽപാദനവും ബയോഗ്യാസ് പദ്ധതികളും പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു നയമാണ് CBG എന്ന് പറയുന്നത്, കംപ്രസ്ഡ് ബയോഗ്യാസ് നയം. ആ കംപ്രസ്ഡ് ബയോഗ്യാസ് നയം അംഗീകരിച്ച സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. 500 കോടി രൂപയുടെ CBG നയം അംഗീകരിച്ച സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. 2026 IBSF വേൾഡ് ബില്യാർഡ് ചാമ്പ്യൻഷിപ്പ് ജേതാവ് ആരാണ്? അത് സൗരവ് കോത്താരിയാണ്. സൗരവ് കോത്താരിയാണ് IBSF വേൾഡ് ബില്യാർഡ് ചാമ്പ്യൻഷിപ്പ് ജേതാവ്. ഇന്റർനാഷണൽ ബില്യാർഡ് സ്നൂക്കർ ഫെഡറേഷൻ ആണ് IBSF എന്ന് പറയുന്നത്. ആ IBSFന്റെ വേൾഡ് ബില്യാർഡ് ചാമ്പ്യൻഷിപ്പ് ജയിച്ചത് സൗരവ് കോത്താരിയാണ്. 2026 ഫിഡെ വേൾഡ് റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ 12 പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കിരീടം നേടിയ ഇന്ത്യൻ താരം ആരാണ്? എസ് ഷർവാനികയാണ്. 2026 ഫിഡെ വേൾഡ് റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ 12 പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കിരീടം നേടിയത് എസ് ഷർവാനിക. കൃഷ്ണാഞ്ജലി പുരസ്കാരം ലഭിച്ച പ്രമുഖ നടൻ ആരാണ്? 2026 കൃഷ്ണാഞ്ജലി പുരസ്കാരം ലഭിച്ച പ്രമുഖ നടൻ ആരാണ്? അത് മധു ആണ്. ഇന്ത്യൻ ആർമിയുടെ ഗജരാജ് കോർപ്സ്, അതായത് ഇന്ത്യൻ ആർമിയുടെ ഒരു കോർപ്സാണ് ഗജരാജ് കോർപ്സ്. ആ ഗജരാജ് കോർപ്സ് നടത്തിയ സംയുക്ത വെള്ളപ്പൊക്ക ദുരിതാശ്വാസ അഭ്യാസം ഏതാണ്? എക്സസൈസ് ജൽ രാഹത്ത് എന്നാണ്. എക്സസൈസ് ജൽ രാഹത്ത് നടത്തിയത് ഇന്ത്യൻ ആർമിയാണ്. ഇന്ത്യൻ ആർമിയുടെ ഒരു കോർപ്സായ ഗജരാജ് കോർപ്സ് നടത്തിയ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ അഭ്യാസമാണ് എക്സസൈസ് ജൽ രാഹത്ത് എന്നത്. പഞ്ചായത്ത് അഡ്വാൻസ്മെന്റ് ഇൻഡെക്സ് 2.0 റിപ്പോർട്ട് പ്രകാരം മികച്ച പ്രകടനം കാഴ്ചവെച്ച സംസ്ഥാനം ഏതാണ്? ത്രിപുരയാണ്. 2026 പഞ്ചായത്ത് അഡ്വാൻസ് ഇൻഡെക്സ് പ്രകാരം 2.0 റിപ്പോർട്ട് പ്രകാരം മികച്ച പ്രകടനം കാഴ്ചവെച്ച ത്രിപുരയാണ്. പഞ്ചായത്തുകളുടെ പ്രകടനം എത്ര നല്ലതാണ്, എത്ര നിലവാരമുണ്ട് ഉയർത്തുന്ന ഒരു ഇൻഡെക്സാണ് PAI എന്നത്. അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ത്രിപുരയാണ്. ലോക പത്ര സ്വാതന്ത്ര്യ ദിനം എന്നാണ്? അത് മെയ് 3 മെയ് 3 ലോക പത്ര സ്വാതന്ത്ര്യ ദിനം. 2025-26 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായ രാജ്യം ഏതാണെന്ന്? ചൈനയാണ്. 2025-26 വർഷത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായിട്ടുള്ള രാജ്യം ചൈനയാണ്. 2026 അക്കിത്തം പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? വി മധുസൂദനൻ നായർ. വി മധുസൂദനൻ നായരാണ് 2026 അക്കിത്തം പുരസ്കാരം നേടിയത്. എന്നാൽ ഇത്തിരി അപ്പോഴേ പറഞ്ഞു 2026 കൃഷ്ണാഞ്ജലി പുരസ്കാരം നേടിയത് അത് നടൻ മധുവാണ്. എന്നാൽ ഇത് 2026 അക്കിത്തം പുരസ്കാരം നേടിയത് വി മധുസൂദനൻ നായരാണ്. 2026 ഏപ്രിലിൽ ഇന്ത്യ സന്ദർശിച്ച UN സെക്രട്ടറി ജനറൽ അസംബ്ലി പ്രസിഡന്റ് ആരാണ്? അതായത് 2026 ഏപ്രിലിൽ ഇന്ത്യ സന്ദർശിച്ച UN ജനറൽ അസംബ്ലി പ്രസിഡന്റ് ആണ് ഡെന്നീസ് ഫ്രാൻസിസ്യു. ഡെന്നീസ് ഫ്രാൻസിസ്യു ആണ് ഇന്ത്യ സന്ദർശിച്ച UN ജനറൽ അസംബ്ലി പ്രസിഡന്റ്. 10ാമത്തെ നാഷണൽ ഇന്നൊവേഷൻ ആൻഡ് ഇൻക്ലൂസീവ് സമ്മിറ്റിന്റെ വേദി ഏതാണ്? ഛത്തീസ്ഗഡിലാണ്. നാഷണൽ ഇന്നൊവേഷൻ ആൻഡ് ഇൻക്ലൂസിവിറ്റി സബ്മിറ്റിന്റെ വേദി ഛത്തീസ്ഗഡാണ്. അതായത് നവീകരണമായിട്ടുള്ള ആശയങ്ങളും ഇന്നൊവേഷൻസും അതുപോലെ തന്നെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ചർച്ച ചെയ്യാനുള്ള ഒരു ദേശീയ സമ്മേളനമാണ് നാഷണൽ ഇന്നൊവേഷൻ ആൻഡ് ഇൻക്ലൂസിവിറ്റി സബ്മിറ്റ് എന്നത്. അതിന് വേദിയായത് 10ാമത്തെ വേദി ഛത്തീസ്ഗഡായിരുന്നു. ഓപ്പറേഷൻ വിങ്സ് ഓഫ് ഡൗൺ എന്ത് വിഭാഗക്കാരെ സംബന്ധിച്ചതാണ്? ബിനൈ മനേഷ്യ വിഭാഗക്കാരെ സംബന്ധിച്ചതാണ്. ഇവരെ ഇസ്രയേലിലേക്ക് തിരികെ പോകാനുള്ള ഒരു പദ്ധതിയാണ് ഓപ്പറേഷൻ വിങ്സ് ഓഫ് ഡൗൺ എന്നത്. ക്ലൗഡ് മിറ്റ്സ് AI മോഡൽ വികസിപ്പിച്ച കമ്പനി ഏതാണ്? അത് ആന്ത്രോപിക് ആണ്. ആന്ത്രോപിക് വികസിപ്പിച്ച ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡലാണ് ക്ലൗഡ് മിറ്റ്സ് എന്ന് പറയുന്നത്. ക്ലൗഡ് മിറ്റ്സ്. യുദ്ധക്കളങ്ങളിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്കായിട്ട് ഇന്ത്യ വികസിപ്പിച്ച റോബോട്ടിക് സംവിധാനം ഏതാണ്? അത് പ്രൊജക്ട് വിമാനയാണ്. പ്രൊജക്ട് വിമാന എന്നാൽ എന്താണ്? യുദ്ധങ്ങളുടെ അടിയന്തര ശസ്ത്രക്രിയയ്ക്കായിട്ട് ഇന്ത്യ വികസിപ്പിച്ചിട്ടുള്ള ഒരു റോബോട്ടിക് സംവിധാനമാണ് പ്രൊജക്ട് വിമാന.
സൈക്കിളിൽ മൗണ്ട് എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ എത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ്? അത് ദിവ്യ സിംഗ് ആണ്. ദിവ്യ സിംഗ് ആണ് സൈക്കിളിൽ മൗണ്ട് എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ വനിത. ബരാസിംഹ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? അത് ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിലാണ് ബരാസിംഹ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. 96 യൂണിറ്റ് അറ്റ്ലസ് ഡ്രോൺ സ്വാം സിസ്റ്റം വിജയകരമായി വിക്ഷേപിച്ച രാജ്യം ഏതാണ്? ചൈനയാണ്. ചൈനയാണ് 96 യൂണിറ്റ് അറ്റ്ലസ് ഡ്രോൺ സ്വാം സിസ്റ്റം വിജയകരമായി വിക്ഷേപിച്ച രാജ്യം. ഈ 96 യൂണിറ്റ് അറ്റ്ലസ് ഡ്രോൺ സ്വാം എന്ന് പറയുന്നത് ഒരേ സമയം നിരവധി ഡ്രോണുകൾ കൂട്ടമായിട്ട് പ്രവർത്തിപ്പിക്കുന്ന ഒരു അത്യാധുനികമായിട്ടുള്ള ഡ്രോൺ സംവിധാനമാണ് ഈ അറ്റ്ലസ് ഡ്രോൺ സ്വാം സിസ്റ്റം എന്ന് പറയുന്നത്. ധാരാളം ഡ്രോണ് ഒന്നിച്ച് പ്രവർത്തിപ്പിക്കുന്ന ഒരു സിസ്റ്റം, അതാണ് ഡ്രോൺ സിസ്റ്റം എന്നത്. അത് വിക്ഷേപിച്ച രാജ്യം ഏതാണ്? ചൈനയാണ്. ISSF ജൂനിയർ ലോകകപ്പ് ഷൂട്ടിങ്ങിൽ ISSF എന്നത് ഇന്റർനാഷണൽ ഷൂട്ടിംഗ് സ്പോർട്ട് ഫെഡറേഷൻ ആണ്. ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട എല്ലാ മത്സരങ്ങളും നടത്തുന്ന ഇന്റർനാഷണൽ സംഘടനയാണ് ISSFന്റെ ജൂനിയർ ലോകകപ്പ് ഷൂട്ടിങ്ങിൽ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷനിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരം ആരാണ്? ഖുഷി തയാഗിയാണ്. അപ്പോൾ ഖുഷി തയാഗി ഏതുമായിട്ടാണ് ബന്ധപ്പെടുന്നത്? ഷൂട്ടിങ്ങുമായി ബന്ധപ്പെടുന്ന വ്യക്തിയാണ് ഖുഷി തയാഗി എന്നത്. അത് ഓർത്തു വെക്കുക. ഫ്ലോറൻസ് നൈറ്റിംഗൽ അവാർഡിന് അർഹയായ മലയാളി ആരാണ്? ഫ്ലോറൻസ് നൈറ്റിംഗൽ എന്ന് പറയുന്നത് നേഴ്സുമാരുടെ മികച്ച പ്രവർത്തനങ്ങൾക്ക് നൽകുന്ന അവാർഡാണ് ഫ്ലോറൻസ് നൈറ്റിംഗൽ. ആ അവാർഡ് നേടിയിട്ടുള്ള മലയാളി ആരാണ്? അത് VS മഞ്ജുമോളാണ്. VS മഞ്ജുമോൾ. ഇന്ത്യയിൽ ആദ്യമായിട്ട് BESS എന്നത് ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റമാണ്. അതായത് ഈ പദ്ധതി വൈദ്യുതി ബാറ്ററികളിൽ സംഭരിച്ച് ആവശ്യ സമയത്ത് ഉപയോഗിക്കാൻ സഹായിക്കുന്ന ഒരു ഊർജ സംഭരണ സംവിധാനമാണ് BESS എന്നത്. അത്തരത്തിലൊരു BESS കമ്മീഷൻ ചെയ്തിട്ടുള്ള സംസ്ഥാനം ഏതാണ്? അത് കേരളത്തിലാണ്. കേരളത്തിലാണ് BESS പദ്ധതി കമ്മീഷൻ ചെയ്തിരിക്കുന്ന ആദ്യമായിട്ട് കമ്മീഷൻ ചെയ്തിരിക്കുന്ന സംസ്ഥാനം കേരളമാണ്. നെക്സ്റ്റ്, ലോകത്തിലെ ആദ്യത്തെ ഒപ്റ്റോസാർ ഉപഗ്രഹം ഏതാണ്? ദൃഷ്ടിയാണ്. ലോകത്തിലെ ആദ്യത്തെ ഒപ്റ്റോസ്റ്റാർ ഉപഗ്രഹം ദൃഷ്ടിയാണ്. ഈ ഒപ്റ്റോസാർ ഉപഗ്രഹം എന്താണെന്നറിയോ? അതായത് ക്യാമറയും റഡാറുകളും ഒരുമിച്ച് ഉപയോഗിച്ചുകൊണ്ട് ഭൂമിയുടെ ചിത്രങ്ങൾ എടുക്കാൻ സഹായിക്കുന്ന ഒരു പ്രത്യേക ഉപഗ്രഹമാണ് ഒപ്റ്റോസാർ എന്ന് പറയുന്നത്. അത്തരത്തിൽ ലോകത്തിലെ ആദ്യത്തെ ഒപ്റ്റോസാർ ഉപഗ്രഹം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ പേര് ഏതാണ്? ദൃഷ്ടി എന്നതാണ്. നെക്സ്റ്റ്, 2026 കേരള കാളിദാസ കേരളവർമ്മ സാഹിത്യ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? KS രതീഷാണ് കേരള കാളിദാസ കേരളവർമ്മ സാഹിത്യ പുരസ്കാരം നേടിയത്. രാജ്യത്തെ ആദ്യത്തെ അണ്ടർ വാട്ടർ ട്വിൻ ട്യൂബ് റോഡ് കം റെയിൽ ടണൽ പദ്ധതി ഏത് നദിയിലാണ് വരുന്നത്? അത് ബ്രഹ്മപുത്ര നദിയിലാണ്. മനസ്സിലായിട്ടുണ്ടാവില്ല. അതായത് നദിയുടെ അടിയിലൂടെ റോഡും റെയിൽവേയും ഒരുമിച്ച് പോകാനായിട്ട് അത്തരത്തിൽ കടന്നു പോകാൻ കഴിയുന്ന ഇതിൽ തന്നെ ആദ്യത്തെ പദ്ധതിയാണിത്. അതായത് റോഡിനും പോകാം റെയിൽവേക്കും പോകാം. അത്തരത്തിൽ ഗതാഗതത്തിനായിട്ട് പ്രത്യേകം ടണലുള്ള ഒരു ഇരട്ട ടണൽ സംവിധാനമാണ് ഇത്. എവിടെയാണ് നിലവിൽ വന്നത്? ബ്രഹ്മപുത്ര നദിയിലാണ്. റെയിൽവേക്കും പോകാം, റോഡിനും നടന്നു പോകുന്നവർക്കും പോകാം, വാഹനങ്ങൾ വഴിയും പോകാം. അത്തരത്തിലൊരു അണ്ടർ വാട്ടർ ട്വിൻ ട്യൂബ് റോഡ് കം റെയിൽ ടണൽ വന്നിരിക്കുന്നത് എവിടെയാണ്? ബ്രഹ്മപുത്ര നദിയിലാണ്. ഇറ്റാലിയൻ ഫുട്ബോൾ ലീഗ് കിരീടം നേടിയ ടീം ഏതാണ്? ഇന്റർ മിലാനാണ്. ഇന്റർ മിലാൻ എന്ന ടീമാണ് ഇറ്റാലിയൻ ഫുട്ബോൾ ലീഗ് കിരീടം നേടിയിരിക്കുന്ന ടീം. നെക്സ്റ്റ്, ബസ്ര മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ഇറാഖാണ്. ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു സ്ഥലമാണ് ബസ്ര മെമ്മോറിയൽ. എന്താണെന്നോ, ഇന്ത്യയുടെ സൈനിക ചരിത്രത്തെയും വിദേശ യുദ്ധങ്ങളിൽ വീരമൃത്യു വരിച്ചിട്ടുള്ള ഇന്ത്യൻ നമ്മുടെ സൈനികരെയും അനുസ്മരിക്കുന്ന ഒരു സ്മാരകമായതുകൊണ്ടാണ് ഈ ബസ്ര മെമ്മോറിയൽ ഇപ്പോൾ ശ്രദ്ധേയമായിട്ടുള്ളത്. അതിവിടെയാണ്, ഇറാഖിലാണ്. നീതി ആയോഗ് പുറത്തിറക്കിയിട്ടുള്ള ആന്തോളജിയുടെ പേരെന്താണ്? നീതി ആയോഗ് പുറത്തിറക്കിയ ആന്തോളജിയുടെ പേരാണ് ദിവ്യ ഭാരത് എ വിൻഡ് ടു ദി സോൾ ഓഫ് ഇന്ത്യ എന്നതാണ്. അതായത് ഇന്ത്യയുടെ
സംസ്കാരവും പൈതൃകങ്ങളും ആത്മാവും പരിചയപ്പെടുത്തുന്ന ഒരു പുസ്തകം, ഒരു ലേഖനം എന്നൊക്കെ പറയാം. അത്തരത്തിലൊരു സമാഹാരമാണ് ഇത്. അത്തരത്തിലുള്ള ഒരു ആന്തോളജിയാണ് ദിവ്യ ഭാരത് എ വിൻഡ് ടു ദി സോൾ ഓഫ് ദി ഇന്ത്യ. പ്രഥമ കേരള ഇന്റർനാഷണൽ ഫോക്ക് ഫെസ്റ്റിവലിന്റെ വേദി എവിടെയാണ്? തിരുവനന്തപുരത്താണ് ആദ്യത്തെ പ്രഥമ കേരള ഇന്റർനാഷണൽ ഫോക്ക് ഫെസ്റ്റിവലിന് വേദിയാവുന്നത് തിരുവനന്തപുരമാണ്. പ്രസാർ ഭാരതിയുടെ പുതിയ ചെയർമാനായിട്ട് നിയമിതനായത് ആരാണ്? പ്രസൂൺ ജോഷി. പ്രസാർ ഭാരതിയുടെ ചെയർമാൻ പ്രസൂൺ ജോഷി ആണ്. പ്രസൂൺ ജോഷി. അപ്പോൾ ആദ്യത്തെ പ്രഥമ കേരള ഇന്റർനാഷണൽ ഫോക്ക് ഫെസ്റ്റിവലിന് വേദി തിരുവനന്തപുരമാണ്. പ്രസാർ ഭാരതിയുടെ പുതിയ ചെയർമാനായിട്ട് നിയമിതനായത് ആരാണ്? പ്രസൂൺ ജോഷി ആണ്. MP വീരേന്ദ്രകുമാർ മെമ്മോറിയൽ നാഷണൽ തോട്ട് ലീഡർഷിപ്പ് അവാർഡ് നേടിയ വ്യക്തി ആരാണ്? സുനിത കൃഷ്ണൻ ആണ്. MP വീരേന്ദ്രകുമാർ മെമ്മോറിയൽ നാഷണൽ തോട്ട് ലീഡർഷിപ്പ് അവാർഡ് നേടിയ വ്യക്തി. തരംഗ് ശക്തി സൈനികാഭ്യാസത്തിൻ്റെ വേദി എവിടെയാണ്? തരംഗ് ശക്തി എന്ന് പറയുന്നത് നമ്മുടെ വ്യോമസേന നടത്തുന്ന ബഹുരാഷ്ട്ര അഭ്യാസമാണ്. അത്തരത്തിൽ ഒരു തരംഗശക്തി സൈനിക അഭ്യാസത്തിൻ്റെ വേദി ഏതാണ്? ഉംറോയ് മേഘാലയയിലാണ്. ലളിതമായിട്ടാണ് പറയുന്നത്, എന്നിട്ടും മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നെക്സ്റ്റ്, കയർ ബോർഡിൻ്റെ സെക്രട്ടറി ആയിട്ട് ചുമതലയേറ്റത് ആരാണ്? MS ലക്ഷ്മിപ്രിയയാണ് കയർ ബോർഡിൻ്റെ സെക്രട്ടറി ആയിട്ട് ചുമതലയേറ്റത്. സമുദ്ര മത്സ്യ ഉൽപാദനത്തിലെ 1-ാം സ്ഥാനമുള്ള സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. നിലവിൽ തമിഴ്നാടാണ് ഇപ്പോൾ സമുദ്ര മത്സ്യ ഉൽപാദനത്തിലെ 1-ാം സ്ഥാനമുള്ള സംസ്ഥാനം തമിഴ്നാടാണ്. വെള്ളത്തിനടിയിൽ ഏറ്റവും വലിയ ദേശീയ പതാക സ്ഥാപിച്ച് ഗിന്നസ് റെക്കോർഡ് നേടിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ആൻഡമാൻ നിക്കോബാർ ആണ്. ആൻഡമാൻ നിക്കോബാറിലാണ് വെള്ളത്തിനടിയിൽ ഏറ്റവും വലിയ ദേശീയ പതാക സ്ഥാപിച്ച് ഗിന്നസ് റെക്കോർഡ് നേടിയത്. RBI ഡെപ്യൂട്ടി ഗവർണറായി നിയമിതനായത് ആരാണ്? ഈ ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. രോഹിത് ജെയിൻ ആണ് RBIയുടെ ഡെപ്യൂട്ടി ഗവർണറായിട്ട് നിയമിതനായത്. RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. മലയാളത്തിൽ ആദ്യമായിട്ട് പൂർണ്ണമായും AI ഉപയോഗിച്ച് നിർമ്മിച്ച ചിത്രം ഏതാണ്? മണികണ്ഠൻ ദ ലാസ്റ്റ് അവതാർ ആണ് മലയാളത്തിൽ ആദ്യമായി പൂർണ്ണമായും AI ഉപയോഗിച്ച് നിർമ്മിച്ച ചിത്രം. വനസംരക്ഷണത്തിനായി വികസിപ്പിച്ച AI അധിഷ്ഠിത ശബ്ദ സംവിധാനം ഏതാണ്? ഡീപ് ഇയർ ആണ്. ഡീപ് ഇയർ എന്നതാണ് വനസംരക്ഷണത്തിനായിട്ട് വികസിപ്പിച്ച AI അധിഷ്ഠിതമായിട്ടുള്ള ശബ്ദ സംവിധാനം. കേരളത്തിൽ ആദ്യമായിട്ട് ഷിപ്പ് ടു ഷിപ്പ് ബങ്കറിംഗ് വിജയകരമായി നടന്നത് എവിടെയാണ്? വിഴിഞ്ഞത്താണ് കേരളത്തിൽ ആദ്യമായിട്ട് ഷിപ്പ് ടു ഷിപ്പ് ബങ്കറിംഗ് ആദ്യമായിട്ട് നടന്നത്. അതായത് ഒരു കപ്പലിൽ നിന്ന് മറ്റൊരു കപ്പലിലേക്ക് കടലിൽ വെച്ച് തന്നെ ഇന്ധനം നൽകുന്ന സംവിധാനമാണ് ഈ ഷിപ്പ് ടു ഷിപ്പ് ബങ്കറിംഗ് എന്നത്. അത് വിജയകരമായി നടന്നത് എവിടെയാണ്? വിഴിഞ്ഞത്താണ്. വിഴിഞ്ഞം എവിടെയാണ്? തിരുവനന്തപുരത്താണ്. അമേരിക്കൻ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമായ ലിബർട്ടി ബെല്ല് ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? അത് അമേരിക്കയിൽ തന്നെയാണ് അമേരിക്കയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമായിട്ടുള്ള ലിബർട്ടി ബെല്ല് സ്ഥിതി ചെയ്യുന്നത്. 2026 വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ 1-ാം സ്ഥാനമുള്ള രാജ്യം ഏതാണ്? നോർവേ ആണ്. 2026 വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ 1-ാം സ്ഥാനം. അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഇന്ത്യ 157ാമത്തെ സ്ഥാനമാണ്. ഇന്ത്യയുടെ സ്ഥാനം 157ആണ്. 1-ാം സ്ഥാനം നോർവേ ആണ്. ഈസ്റ്റർ ഐലൻഡ് ഏത് സമുദ്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? പസഫിക് സമുദ്രത്തിലാണ് ഈസ്റ്റർ ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത്. തമിഴ്നാടിൻ്റെ പുതിയ മുഖ്യമന്ത്രിയായി അധികാരമേറ്റത് ആരാണ്? ജോസഫ് വിജയ് ആണ് തമിഴ്നാടിൻ്റെ പുതിയ മുഖ്യമന്ത്രിയായി അധികാരമേറ്റത്. CBFC സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ചെയർമാനായി നിയമിതനായത് ആരാണ്? ശശി ശേഖർ വെമ്പതിയാണ് CBFCയുടെ ചെയർമാനായി നിയമിതനായത്. മാധവ മുദ്ര പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? KS രവികുമാർ. ഭൂമിക്ക് ഭീഷണിയായേക്കാവുന്ന ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്താനായിട്ട് NASA വികസിപ്പിക്കുന്ന ടെലസ്കോപ്പ് ഏതാണ്?
നിയോ സർവൈവർ. നിയോ സർവൈവർ എന്നത് ഭൂമിക്ക് ഭീഷണിയാവുന്ന ചിഹ്നഗ്രഹത്തെ കണ്ടെത്താനായിട്ടുള്ള നാസ കൊണ്ടുവന്നിട്ടുള്ള ഒരു ടെലസ്കോപ്പാണ് നിയോ സർവൈവർ എന്നത്. 2026 അന്തരിച്ച CNN കേബിൾ ന്യൂസ് നെറ്റ്വർക്ക് സ്ഥാപകൻ ആരാണ്? ടെഡ് ടർണർ ആണ്. അടുത്തിടെ അദ്ദേഹം അന്തരിക്കുകയുണ്ടായി. ടെഡ് ടർണർ ആണ് CNN സ്ഥാപകൻ. ലോകത്തിലെ ആദ്യത്തെ 24 മണിക്കൂർ വാർത്താ ചാനൽ ഏതാണ്? അത് CNN ആണ്. മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ഹാൻഡ വൈറസ് വകഭേദം ഏതാണ്? ആൻഡീസ് ആണ്. ആൻഡീസ് ആണ് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ഹാൻഡ വൈറസ് വകഭേദം. 2026 മെറ്റ് ഗാലയുടെ റെഡ് കാർപ്പറ്റിൽ വിരിച്ച പരവതാനി നിർമ്മിച്ചത് കേരളത്തിലെ ഏത് സ്ഥലമാണ്? ചേർത്തല ആലപ്പുഴയിലാണ്. ആലപ്പുഴയിലെ ചേർത്തല എന്ന പ്രദേശത്തിലാണ് മെറ്റ് ഗാല. മെറ്റ് ഗാല എന്നത് ധാരാളം ഡിസൈനേഴ്സുമാർ വളരെ ഡിഫറെൻ്റ് ആയിട്ട് അട്രാക്ഷൻ ആയിട്ടുള്ള നല്ല നല്ല ഫാഷൻ വസ്ത്രങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഒരു വേദിയാണ്. ആ മെറ്റ് ഗാലയുടെ റെഡ് കാർപ്പറ്റിൽ വിരിച്ച പരവതാനി നിർമ്മിച്ച സ്ഥലം ഏതാണ്? കേരളത്തിലെ സ്ഥലമായ ചേർത്തലയാണ്. ഹാൻഡ വൈറസ് പടർന്നതിനെ തുടർന്ന് നടുക്കടലിൽ നങ്കൂരമിട്ട ആഡംബര കപ്പൽ ഏതാണ്? MV ഹോണ്ടുറാസ് ആണ്. MV ഹോണ്ടുറാസിലാണ് ഹാൻഡ വൈറസ് പടർന്നത്. 2026 വൈറ്റ്ലി അവാർഡ് നേടിയ ഇന്ത്യൻ പരിസ്ഥിതി പ്രവർത്തകർ ആരെല്ലാമാണ്? പർവീൻ ഷെയ്ഖും ബർബ സുബ്ബ. പർവീൻ ഷെയ്ഖും ബർബ സുബ്ബയുമാണ് 2026 വൈറ്റ്ലി അവാർഡ് നേടിയ ഇന്ത്യൻ പരിസ്ഥിതി പ്രവർത്തകർ. വന്യജീവി സംരക്ഷണത്തിനും പരിസ്ഥിതി പ്രവർത്തനത്തിനും നൽകുന്ന ഒരു അവാർഡാണ് വൈറ്റ്ലി അവാർഡ് എന്ന് പറയുന്നത്. ഈ വൈറ്റ്ലി അവാർഡ് നേടിയ ഇന്ത്യൻ പരിസ്ഥിതി പ്രവർത്തകരാണ് പർവീൻ ഷെയ്ഖും ബർബ സുബ്ബ എന്നിവർ. 2026 മെയ് 8 100ാം ജന്മദിനം ആഘോഷിച്ച പ്രകൃതി ചരിത്ര ഗവേഷകനാരാണ്? സർ ഡേവിഡ് ആറ്റംബറോ. ഡേവിഡ് ആറ്റംബറോ എന്ന അദ്ദേഹമാണ് 2026 മെയ് 8 100ാമത് ജന്മദിനം ആഘോഷിച്ച പ്രകൃതി ചരിത്ര ഗവേഷകൻ. 2024 ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രവാസികളുടെ പണം ലഭിച്ച രാജ്യം ഏതാണ്? ഇന്ത്യയിലാണ്. 2024 ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രവാസികളുടെ പണം ലഭിച്ചിരിക്കുന്ന രാജ്യം. സ്കൂൾ കുട്ടികളിലെ വൈകല്യങ്ങൾ കണ്ടെത്താനായിട്ടുള്ള NCERT പുറത്തിറക്കിയ പ്ലാറ്റ്ഫോം ഏതാണ്? പ്രശസ്ത് 2.0 ആണ്. പ്രശസ്ത് 2.0 എന്നത് സ്കൂൾ കുട്ടികളിലെ വൈകല്യങ്ങൾ കണ്ടെത്താനുള്ള NCERT പുറത്തിറക്കിയ പ്ലാറ്റ്ഫോമാണ്. ഇന്ത്യയുടെ പുതിയ നാവികസേന മേധാവിയായി നിയമിതനായത് ആരാണ്? അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ. അഡ്മിറൽ കൃഷ്ണ ആണ് ഇന്ത്യയുടെ പുതിയ നാവികസേന മേധാവിയായി നിയമിതനായത്. ജോസഫ് വിജയിയുടെ രാഷ്ട്രീയ പാർട്ടി ഏതാണ്? തമിഴക വെട്രിക്കഴകം. TVK ആണ് ജോസഫ് വിജയ്, നമ്മുടെ വിജയുടെ രാഷ്ട്രീയ പാർട്ടി. TVKയുടെ ചിഹ്നം എന്താണ്? വിസിലാണ്. പുതുച്ചേരിയുടെ മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുന്നത് ആരാണ്? പുതുച്ചേരിയുടെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റത് N രംഗസ്വാമിയാണ്. N രംഗസ്വാമി. 2025-26 സീസണിലെ കിരീടത്തോടെ ഇന്റർ മിലാൻ സ്വന്തമാക്കിയ ആകെ ഇറ്റാലിയൻ ലീഗ് കിരീടങ്ങൾ എത്ര എണ്ണമാണ്? 21 എണ്ണമാണ്. ഇന്റർ മിലാൻ കിരീടം സ്വന്തമാക്കിയത് എത്ര എണ്ണമാണ്? ഇറ്റാലിയൻ ലീഗ് കിരീടങ്ങൾ സ്വന്തമാക്കിയത് 21 ഇറ്റാലിയൻ ലീഗ് കിരീടങ്ങളാണ് ഇപ്പോൾ നിലവിൽ ഇന്റർ മിലാൻ ടീം സ്വന്തമാക്കിയത്. 2026 ലോക ബില്യാർഡ് ചാമ്പ്യൻഷിപ്പ് ജേതാവ് സൗരവ് കോട്ടാരിയാണ്. ഇത് മുന്നേ പറഞ്ഞിരുന്നു, സൗരവ് കോട്ടാരി. മാഡ്രിഡ് ഓപ്പൺ ഫൈനലിൽ അലക്സാണ്ടർ സൊറേവിനെ പരാജയപ്പെടുത്തി റെക്കോർഡ് നേടിയ താരം ആരാണ്? അത് യാനിക് സിന്നർ ആണ്. മാഡ്രിഡ് ഓപ്പൺ ഫൈനലിൽ അലക്സാണ്ടർ സൊറേവിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് റെക്കോർഡ് സ്വന്തമാക്കിയ താരം. 2025-26 സീസണിലെ ഇറ്റാലിയൻ സീരീസ് ഈ ഫുട്ബോൾ കിരീടം നേടിയ ടീം ഏതാണ്? ഇന്റർ മിലാൻ ആണ്. ഇത് മുന്നേ പറഞ്ഞിരുന്നു. ICCയുടെ ഏറ്റവും പുതിയ T20 റാങ്കിങ്ങിലെ 2ാം സ്ഥാനമുള്ള രാജ്യം ഏതാണ്? ഇംഗ്ലണ്ടാണ്. ICC റാങ്കിങ്ങിൽ T20 റാങ്കിങ്ങിൽ 2ാം സ്ഥാനത്തുള്ള രാജ്യം ഇംഗ്ലണ്ടാണ്. തുടർച്ചയായി 5 ടെന്നീസ് മാസ്റ്റേഴ്സ് 1000 ടൂർണമെന്റുകളിൽ കിരീടം നേടുന്ന ആദ്യ പുരുഷ താരം ആരാണ്? അത് യാനിക് സിന്നർ ആണ്. തുടർച്ചയായി 5 ടെന്നീസ് മാസ്റ്റേഴ്സ് 1000 ടൂർണമെന്റുകളിൽ
കിരീടം നേടുന്ന ആദ്യ പുരുഷ താരം യാനിക് സിന്നർ. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തെ തുടർന്ന് രാജിവെച്ചിരിക്കുന്ന കേരള മുഖ്യമന്ത്രി ആരാണ്? പിണറായി വിജയനാണ്. പിണറായി വിജയൻ രാജിക്കത്ത് സമർപ്പിച്ച കേരള ഗവർണർ ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. കേരളത്തിലെ ഇപ്പോൾ നിലവിലുള്ള ഗവർണർ ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആണ്. ലോകത്തിലെ ആദ്യത്തെ ഒബ്സ്റ്റാർ ഉപഗ്രഹം ഏതാണ്? ദൃഷ്ടിയാണ്. അത് മുന്നേ നമ്മൾ പറഞ്ഞിരുന്നു. എന്നാൽ ലോകത്തിലെ ആദ്യത്തെ ഈ ഒബ്സ്റ്റാർ ഉപഗ്രഹമായ ദൃഷ്ടി വികസിപ്പിച്ച സ്റ്റാർട്ടപ്പ് ഏതാണ്? അത് ഗാലക്സി ഐ ആണ്. ലോകത്തിലെ ആദ്യത്തെ ഒബ്സ്റ്റാർ ഉപഗ്രഹമായ ദൃഷ്ടി വികസിപ്പിച്ച സ്റ്റാർട്ടപ്പ് ഏതാണ്? ഗാലക്സി ഐ ആണ് ദൃഷ്ടിയെ വികസിപ്പിച്ചത്. 2026 വീണ്ടും വാർത്തകളിൽ ഇടം പിടിച്ച ബിഗ് ഫൂട്ട് ഏത് പ്രദേശവുമായി ബന്ധപ്പെട്ട നിഗൂഢ ജീവിയാണ്? വടക്കേ അമേരിക്കൻ വനമേഖലയിൽ കാണപ്പെടുന്ന ഒരു നിഗൂഢ ജീവിയാണ് ബിഗ് ഫൂട്ട് എന്നത്. ശാസ്ത്രീയപരമായി അതിന് തെളിവൊന്നും ലഭിച്ചിട്ടില്ല. എങ്കിലും ബിഗ് ഫൂട്ടിന് സമാനമായി ഹിമാലയൻ മേഖലയിൽ കാണപ്പെടുന്ന നിഗൂഢ ജീവിയെ എന്താണ് വിളിക്കുന്നത്? യതി എന്നാണ്. ഓർത്തിരിക്കുക, യതി എന്ന്. വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ.